ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ബി ഹൗസിൻ്റെ വെളിയിൽ എല്ലാവരും ഇരുന്നിങ്ങനെ ഓരോ സംസാരിക്കുമായിരുന്നു. എല്ലാവരും ഓരോ ഗ്രൂപ്പായിട്ടിരുന്ന് മാറിയിരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ആര്യൻ ഇവിടെ കിടപ്പുണ്ട്. അവിടെ തന്നെ അടുത്ത് തന്നെ അനുമോളുണ്ട്, ശൈത്യമുണ്ട്, നമ്മുടെ നൂറയുണ്ട്, ഷാനവാസുണ്ട്. അപ്പോൾ നമ്മുടെ അനുമോൾ ആര്യനോട് പറയുന്നു, നീ അന്ന് ചെയ്തത് വളരെ മോശമായിപ്പോയി. നിനക്ക് ഇത്രയും ദേഷ്യം പാടില്ല. എന്തിനാണ് ഇത്രയും ദേഷ്യം? നീ അവനെ ചെരുപ്പെടുത്തെറിഞ്ഞത് മഹാബോഷമായി, മഹാബോറായിപ്പോയി. എനിക്ക് ഇങ്ങനത്തെ ക്യാരക്ടർ ഇഷ്ടമില്ല. അപ്പം നമ്മുടെ ആര്യ പറയുന്നത് കേൾക്കുന്നില്ല. പുള്ളിക്കാരൻ ആക്ഷൻ കാണിക്കുന്നു. നീ ഒരു ഷോ ഓഫ് ആണ് കാണിച്ചെന്ന് അനുമോൾ ആര്യനോട് പറയുന്നുണ്ട്. പുള്ളിക്കാരൻ അവിടെ നിന്ന് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയണത് നമുക്കറിയില്ല. അനുവിൻ്റെ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. അപ്പോൾ അനു പറയുന്നു, അഭിലാഷിൻ്റെ മുഖത്തോട്ടാണ് ആ ചെരുപ്പ് വീണെങ്കിൽ എന്ത് ചെയ്തേനും? അത് അവൻ്റെ ഭാഗ്യം, നിൻ്റെ ഭാഗ്യമാണ്. പക്ഷേ ഇതുപോലെ ദേഷ്യം കാണിക്കാൻ പാടില്ല. നീ കാണിച്ചത് വെറും ഷോ ഓഫ് ആയിരുന്നെന്ന് നമ്മുടെ അനു ആര്യനോട് പറയുന്നുണ്ട്. എല്ലാവർക്കും ദേഷ്യം വരാം. ഇങ്ങനത്തെ സ്വഭാവം കൊള്ളില്ല. എല്ലാവർക്കും ദേഷ്യവും വികാരങ്ങളും ഫ്രസ്ട്രേഷനൊക്കെ ഉള്ളവരാണ്. പക്ഷെ നീ ഇത് കാണിച്ചത് മഹാബോറാണ്, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് ആര്യനോട് നമ്മുടെ അനു പറയുന്നുണ്ട്. പക്ഷേ മറ്റുള്ളവരിതൊന്നും കേൾക്കുന്നില്ല. അവർ വേറെ ഓരോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.